അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ കോഴിക്കോട് മുജാഹിദ് സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പോഷക യുവ സംഘടനയായ ISM ആണ് ഈ ഖുർആൻ പഠന പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് സൂറത്തു അംബിയാ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇതിലൂടെ ISM നടപ്പിലാക്കുന്നത്. സൂറത്തു അംബിയയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ഈ സൂറത്തിനെ കുറിച്ചുള്ള ചെറിയ ധാരണകൾ കൈമാറുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അംബിയ വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അംബിയ. ആകെ 112 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. ധാരാളം നബിമാരുടെ പേരുകൾ പരാമർശിക്കുന്നത് കാരണമാണ് ഈ സൂറത്തിന് അംബിയ എന്നു പേര് വന്നത്. ഇസ്ലാമിൻ്റെ മർമ്മമായ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അംബിയാക്കൾ എടുത്തിട്ടുള്ള ത്യാഗം വിവരിക്കുന്ന ഭാഗങ്ങൾ ഈ സൂറത്തിൽ ഏറെയുണ്ട്. വിഗ്രഹാരാധകർ ജീവിക്കുന്ന ഒരു നാട്ടിൽ പ്രവാചകന്മാരുടെ പ്രബോധനം എത്രമാത്രം വലുതായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നതേയുള്ളൂ. അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പരാമർശിക്കുന്നത് പോലെ ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, യൂത്ത് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അന്ത്യപ്രവാചകനായ മുത്തു മുഹമ്മദ് റസൂൽ സിരിമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയവരെയെല്ലാം ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുമുണ്ട്. പ്രധാനമായും ഈ സൂറത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്ന് അന്ത്യനാളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. ഒന്നാമത്തേത് അന്ത്യനാളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും. സൂറത്തു ത്വാഹയിലെ അവസാനത്തെ ആയത്തിൻ്റെ തുടർച്ചയായി ഈ അധ്യായം തുടങ്ങുന്നത് നമുക്ക് കാണാം. അതിപ്രകാരം يقترب للناس حسابهم وهم في عفلة معرضون. നബിയെ പറയുക, എല്ലാവരും കാത്തിരിക്കുന്നവരാകുന്നു, നിങ്ങളും കാത്തിരിക്കുക. നേരായ പാതയുടെ ഉടമകളാരാണെന്നും സന്മാർഗം പ്രാപിച്ചവരാരാണെന്നും അപ്പോൾ നിങ്ങൾക്ക് അറിയുവാനാകും. ആരാണ്, എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നതിനുള്ള ഒരു മറുപടി പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. يقترب للناس حسابهم وهم في غفلة معرضون. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു. അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാകുന്നു. രണ്ടാമത്തെ ഭാഗം ഇതിലുള്ള മുന്നറിയിപ്പുകളാണ്. പ്രധാനമായും ദുനിയാവിനെക്കുറിച്ചും അന്ത്യനാളിലേക്കുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും. കഴിഞ്ഞ സൂറത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു ഇഹലോകത്തിലെ വഞ്ചിക്കുന്ന വിഭവങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. وَلَا تَمُدَّنَّ عَيْنَيْكَ إِلَى مَا مَتَّعْنَا بِهِ أَزْوَاجًا مِّنْهُمْ زَهْرَةَ الْحَيَاةِ الدُّنْيَا لِنَفْتِنَهُمْ فِيهِ وَرِزْقُ رَبِّكَ خَيْرٌ وَأَبْقَى. അവരിൽ മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്ക് നാം ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരം അനുഭവിപ്പിച്ചതിലേക്ക് നിന്റെ ദൃഷ്ടികൾ നീ പായിപ്പിക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതായത് അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ അവരെ നാം പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാകുന്നു കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും. ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്ന അവരവരുടേതായിട്ടുള്ള ഉപജീവനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും നിലനിൽക്കുന്നതും. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്നിവ കൃത്യമായി അനാവരണം ചെയ്യുന്നുണ്ട് ഈ അധ്യായത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതും ആദ്യകാലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടതുമാണിത്. ഇസ്ലാമിലേക്ക് നേരത്തെ കടന്നു വന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കരസ്ഥമാക്കി പ്രവാചകനോടൊപ്പം ജീവിച്ച പ്രമുഖനായ സഹാബിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂടാതെ അദ്ദേഹം കർമ്മശാസ്ത്ര പണ്ഡിതനും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റിപ്പോർട്ടകനും ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവരിൽ പ്രമുഖനുമായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടതായി പറയുന്നത് ഇപ്രകാരമാണ്: സൂറത്തുൽ ഇസ്രാ, സൂറത്തു മറിയം, സൂറത്തു ത്വാഹ, സൂറത്തു അംബിയ, ഈ സൂറത്തുകളെല്ലാം എനിക്ക് ഏറെ പ്രിയപ്പെട്ടവയും ആദ്യകാലങ്ങളിൽ ഇറങ്ങിയവയുമാണ് എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ പ്രമുഖനായിരുന്ന കർമ്മശാസ്ത്ര ഹദീസ് പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബത്ത്, അവർക്കിഷ്ടപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ അംബിയ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലൊക്കെയായി നമുക്ക് ഓരോ ആയത്തുകളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിശകലനം നടത്തി പഠനം നടത്തി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാം. അള്ളാഹുവിനോട് തൗഫീഖിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.